വിഴിഞ്ഞം തുറമുഖത്തിനായി സർക്കാർ ചെലവിട്ട തുകയെ ചൊല്ലി വലിയ തർക്കമാണ്. വിഴിഞ്ഞത്ത് സർക്കാർ ചെലവിട്ടത് 3764.54 കോടി എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. എന്നാൽ 5370 കോടി രൂപ ചെലവഴിച്ചു എന്നതാണ് മുൻ സർക്കാരിന്റെ കണക്ക്. ഇതെവിടെയാണ് ഈ കണക്കിൽ വ്യത്യാസത ഉണ്ടാവുന്നതെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയ കണക്ക് തെറ്റെന്നാണ് വി എൻ വാസവൻ, മുൻ തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രി, വ്യക്തമാക്കുന്നത്. ട്രയൽ റണ്ണിന്റെ സമയത്ത് തന്നെ സർക്കാർ കണക്ക് പരസ്യപ്പെടുത്തിയിരുന്നു. അദാനി ഗ്രൂപ്പിനും അതിനോട് എതിർപ്പുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലെ പിശക് പരിശോധിച്ച് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് വി എൻ വാസവന്റെ വാക്കുകൾ. ആദ്യം ട്രയൽ റണ്ണിന്റെ സമയത്തും പിന്നീട് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലും അതിന്റെ കണക്കുകളെല്ലാം കൃത്യമായി വിശദീകരിച്ചിരുന്നതാണ്. ആകെ മുടക്കിന്റെ 61.5% സംസ്ഥാന ഗവൺമെന്റിന്റെതാണ്. 29.5% അദാനിയുടെ വരുന്നത്. ബാക്കി വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് BGF ലോണായി വന്നതാണ്. നമുക്ക് ഗ്രാൻഡായി തന്നിരുന്നില്ല. 817.80 കോടിയാണ് BGF. ഇത് മൂന്നും കൂടി ചേരുന്നതാണ് പ്രോജക്ടിന്റെ ആകെ ഉള്ളടക്കം. അതിന്റെ കൃത്യമായ കണക്ക് ഇന്നലെ ഞാൻ ദേശാഭിമാനിയിലും മറ്റ് പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്ന ആർട്ടിക്കിളിൽ കൃത്യമായി അതിന്റെ കണക്ക് സഹിതം കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞതിൽ ഒരു വ്യത്യാസവുമില്ല. ഇത് ഒരുപക്ഷെ അവർ എടുത്ത കണക്കിൽ എവിടെയോ പിശക് സംഭവിച്ചതായിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്തായിരുന്നാലും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായി അതിന്റെ കണക്കുകളെല്ലാം വിശദീകരിച്ചിരുന്നതാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സർക്കാർ ചെലവ് പൂർത്തിയായിട്ടില്ലെന്നും ഇനിയും ബില്ലുകൾ വരാനുള്ളതായാലും അപ്പോൾ LDF പറഞ്ഞ ചെലവിലേക്ക് തന്നെ എത്തുമെന്നുമാണ് തോമസ് ഐസക്കും പറയുന്നത്. അദാനി ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് നൽകിയിട്ടുള്ളതെന്നും ഐസക് പറഞ്ഞു. വിഴിഞ്ഞം ഒന്നാം ഘട്ടത്തിന് 9,000-ൽ പരം കോടി രൂപയാണ് ചെലവാക്കേണ്ടത്. അതിൽ 29% അദാനി ചെലവാക്കും, ബാക്കി സംസ്ഥാന സർക്കാർ ചെലവാക്കും. ആ ചെലവാക്കി കഴിഞ്ഞിട്ടില്ല. അദാനിയും ചെലവാക്കി കഴിഞ്ഞിട്ടില്ല, സർക്കാരും ചെലവാക്കി കഴിഞ്ഞിട്ടില്ല. സർക്കാർ 2,350 കോടിയായി. ബാക്കിയുള്ളത് അതിന്റെ ബില്ലുകളും കാര്യങ്ങളും വരുമ്പോൾ ചെലവാക്കും. ഇത് ചെലവാക്കി കഴിഞ്ഞു എന്നുള്ളതല്ല. അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നാം ഘട്ടത്തിൽ വരുന്നത് അദാനിയെ സംബന്ധിച്ചിടത്തോളം 2,500 കോടി രൂപയാണ്. അങ്ങനെ ഉണ്ടാവുന്ന കമ്പനിയുടെ 49% ഓഹരി 13,000 കോടിക്ക് മറിച്ചുവെക്കണം. എന്ന് വെച്ചാൽ ഈ 2,500 കോടി രൂപ ചെലവാക്കി കഴിഞ്ഞിട്ടില്ല. അത് ചെലവാക്കി കഴിയുമ്പോൾ ഉണ്ടാവുന്ന മൂല്യം 10 വർഷം കൊണ്ട് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്നാ കാണുന്നേ. എന്റെ ആക്ഷേപം, ഇത്തരത്തിലുള്ളൊരു ഏകപക്ഷീയമായ കരാറ് ഇതിന്റെ നേട്ടത്തിന് എന്തെങ്കിലും കേരളത്തിനുണ്ടോ? ഇല്ലല്ലോ. ഉമ്മൻചാണ്ടി ഉണ്ടാക്കി കൊടുത്തതാ. അതന്നെയാണ് കടൽ കൊള്ള എന്ന് അക്കാലത്ത് LDF വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ VD സതീശൻ തുറമുഖാധിഷ്ഠിത കേരള വികസനം എന്ന പേരിൽ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ കരാറുകളും ഈ മാതൃകയിലാണെന്ന്. കാരണം കേരളത്തിന് തനതായിട്ട് വിഭവസമാനം നടത്താൻ കഴിയുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു, കിഫ്ബി എന്ന് പറയുന്നത്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. എന്തായാലും നമ്മൾ സ്ക്രീനിൽ ആദ്യം കണ്ടത് മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൂടിയാണ് ഇതിൽ പ്രധാനമായ കാര്യം. മുഖ്യമന്ത്രി രേഖാമൂലം ഈ മറുപടി നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത്? വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഇതൊരു സാങ്കേതികമായി സംഭവിച്ച കാര്യമാണോ? അതിനപ്പുറം മുൻ സർക്കാരിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഒരു മറുപടി മുഖ്യമന്ത്രി നൽകുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും? വിഴിഞ്ഞത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നടക്കുമ്പോൾ അവിടെ സർക്കാർ അറിഞ്ഞുകൊണ്ട് അദാനി കമ്പനിക്ക് കൂട്ടുനിന്നുവെന്ന വിമർശനം CPM ഉന്നയിക്കുമ്പോഴാണ് ജൂലൈ 1 നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഗീതാഗോപിക്കും കെ രാജനും വത്സരാജനും അജയപ്രസാദിനും നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. ചോദ്യം, തുറമുഖ വികസന മേഖലയിൽ രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയ മൂലധന നിക്ഷേപ പദ്ധതി വിഴിഞ്ഞം തുറമുഖ പദ്ധതി മാറിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അവിടെയാണ് മുഖ്യമന്ത്രി VD സതീശൻ, തുറമുഖ മന്ത്രി കൂടിയാണ് അദ്ദേഹം, കണക്ക് നൽകിയത്. നാളിതുവരെ 3764.54 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്കായി ചെലവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അദാനി കമ്പനി 2,454 കോടി രൂപയും മുതൽ മുടക്കിയിട്ടുണ്ട് എന്നൊരു കണക്കാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ഇത്രയും നാൾ CPM സർക്കാർ, ഇടതുമുന്നണി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കണക്കിന് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ കണക്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ 5370 കോടി രൂപ ചെലവിട്ടു എന്നാണ് നേരത്തെ
ഇടതുമുന്നണി സർക്കാരിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവകാശപ്പെട്ടത്. ഇന്ന് അതേ നിലപാട് വി എൻ വാസവൻ ആവർത്തിക്കുന്നുമുണ്ട്. വി എൻ വാസവൻ പറഞ്ഞത് സർക്കാർ കണക്ക്, റിപ്പോർട്ട് സർക്കാരിന്റെ കണക്കുകളിൽ വ്യക്തതയില്ല, അത് ശരിയല്ല, ആ കണക്കല്ല പറയേണ്ടത്. സർക്കാർ 5370 കോടി തന്നെയാണ് ചെലവിട്ടത്. അത് ഈ പദ്ധതിയുടെ ട്രയൽ റണ്ണിന്റെ ഘട്ടത്തിൽ തന്നെ സർക്കാർ ആ കണക്കുകൾ വ്യക്തമാക്കിയതാണ്. പിന്നെ ഉദ്ഘാടന വേളയിലുമൊക്കെ കണക്കുകൾ വ്യക്തമാക്കപ്പെട്ടു. സർക്കാരിന് ഒന്നുകിൽ പിശകുപറ്റി അല്ലെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തട്ടെ എന്ന നിലപാടാണ് വാസവൻ സ്വീകരിച്ചത്. പക്ഷേ മുൻ ധനമന്ത്രി കൂടിയായ PM തോമസ് ഐസക്കിന്റെ പ്രതികരണത്തിൽ അല്പം വ്യത്യസ്തതയുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സർക്കാർ ചെലവ് പൂർത്തിയാൽ ഇപ്പോഴും പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ പറയുന്ന 5370 കോടിയിലേക്ക് എത്തും. വിഴിഞ്ഞം തുറമുഖ കമ്പനി, അദാനി കമ്പനിയും പൂർണ്ണമായും പണം ചെലവഴിച്ചിട്ടില്ല. അവരുടെ കണക്കുകൾ പലതും ഊതിപ്പെരിപ്പിച്ചതാണ്. യന്ത്രങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത്. ആ കണക്കുകൾ തന്നെ CNAG ചോദ്യം ചെയ്തതാണ്. അവിടെ വലിയ കടൽക്കൊള്ളയ്ക്ക് UDF അവസരമൊരുക്കുകയായിരുന്ന ആരോപണം ഐസക് എന്നും ആവർത്തിച്ചു. ഈ കണക്കുകൾ ചെറിയ പൊരുത്തക്കേടുണ്ട്. അത് നേരത്തെ മുൻ സർക്കാർ പറഞ്ഞ കണക്കല്ല ഇപ്പോൾ VD സതീശൻ 1-ാം തീയതി സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലുള്ളത്. ഇന്ന് തോമസ് ഐസക് പറഞ്ഞതിനും ഒരു ചെറിയ വൈരുദ്ധ്യമുണ്ട്. കാരണം 5370 കോടി ചെലവാക്കിയെന്ന് വി എൻ വാസവൻ ആവർത്തിച്ച് തൊട്ടു പിന്നാലെയാണ് പൂർണ്ണമായും ആ തുക എത്തിയിട്ടില്ല, അതിലേക്ക് ബില്ലുകൾ മറ്റും മാറി വരുന്നതേ ഉള്ളൂ, ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്ന് ഐസക്കും പറഞ്ഞു. ഏതായാലും ഈ കണക്കുകളിലൊരു വൈരുദ്ധ്യമുണ്ട്. സർക്കാരിന്റെ കണക്ക് ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ ഒന്നുകൂടി വിശദീകരണം ഉണ്ടായേക്കാം. ഏതായാലും ഇപ്പോൾ ഔദ്യോഗിക കണക്കായി നമുക്ക് കാണാൻ കഴിയുന്നത് VD സതീശൻ ജൂലൈ 1 സഭയിൽ പറഞ്ഞ കണക്ക് തന്നെയാണ്. മുൻ സർക്കാരിന്റെ കണക്കുകളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരായുള്ള ഒരു കണക്കാണ് സതീശന്റേത് എന്നാണ് വ്യക്തമാക്കുന്നത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു സാങ്കേതിക മറുപടിയാണ്. കാരണം നിയമസഭയിൽ മറുപടി നൽകുമ്പോൾ അത് കൃത്യത വേണ്ടിവരും. അതുകൊണ്ട് സർക്കാരിൻ്റെ ഫയലുകളിൽ, രേഖകളിൽ വന്നേക്കുന്ന കണക്കാണോ, അതിനപ്പുറം മുൻ സർക്കാരിൻ്റെ അവകാശവാദത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പോഴാണോ പിഴവ് പറ്റിയത് എന്ന കാര്യത്തിലാണ് വ്യക്തത ഉണ്ടാവേണ്ടത്. എന്തായാലും ഈ കണക്കിൽ പ്രാധാന്യമുണ്ടാവുന്നത് പണം ചെലവഴിച്ച കണക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി ഓഹരി കൈമാറ്റ വിവാദത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെയാണത് കൂടുതൽ പ്രസക്തമാവുന്നു എന്ന കാര്യം. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ, മുഖ്യമന്ത്രിയുടെ മറുപടി നമുക്ക് പ്രതീക്ഷിക്കണം, വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.